പ്രിയപ്പെട്ട JF7 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2-3 വീഡിയോ തയ്യാറാക്കിയിരുന്നു. അതിൽ നിന്ന് തന്നെ 70 മാർക്കിൽ കൂടുതൽ ചോദ്യങ്ങളാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ആ വീഡിയോ കണ്ട് ശരിക്കും പഠിച്ചവർക്ക് നല്ല മാർക്ക് ലഭിക്കും. അല്ലാതെ നെവർ മൈൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത് മാർക്ക് ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. നമുക്ക് ഇന്നത്തെ ആൻസർ കീ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദ സ്റ്റഡീസ് ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് നോൺ ആസ്. പ്രാകൃത ലളിത സമൂഹത്തെ പഠിക്കുന്നത് എന്താണ്? ആൻസർ എന്താണ്? നരവംശാസ്ത്രമാണ്. നരവംശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡീസ് ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് ആണ്, അല്ലെങ്കിൽ പ്രാകൃത ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് നരവംശാസ്ത്രം. ചോദ്യം: സ്റ്റാറ്റസ് ഈസ് ദ പൊസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി ഓർ ഇൻ ഗ്രൂപ്പ്. സമൂഹത്തിലോ സംഘത്തിലോ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തെ പറയുന്ന പേരാണ് പദവി. ഓക്കെ, അതിന് ആൻസർ എന്താണ്? പദവി എന്നാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്നാണ്. സമൂഹത്തിലോ സംഘത്തിലോ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തെ പറയുന്ന പേരാണ് പദവി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ചാർട്ടാണ്. ചാർട്ട് പൂർത്തിയാക്കുക. ഇതിൽ മോഡേൺ സ്റ്റേറ്റിൻ്റെ ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ? ഒന്ന് പരമാധികാരം, സോവറിൻറ്റി; പൗരത്വം, സിറ്റിസൺഷിപ്പ്; ദേശീയത, നാഷണാലിസം. പരമാധികാരം, പൗരത്വം, ദേശീയത. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? പൗരത്വമാണ്, സിറ്റിസൺഷിപ്പാണ്. നാലാമത്തെ ക്വസ്റ്റ്യന് ഫോംസ് ഓഫ് ഫാമിലിയിൽ നാം ചർച്ച ചെയ്ത ചോദ്യമാണ്. ദ ഫാമിലി ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് മാരീഡ് ഈസ് കോൾഡ്. ഒരു വ്യക്തി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തെ ഏത് പേരാണ് വിളിക്കുന്നത്? ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, അല്ലെങ്കിൽ പ്രത്യുൽപാദന കുടുംബം. ഒരു വ്യക്തി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തിന് ഏത് പേരാണ് വിളിക്കുന്നത്? ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, പ്രത്യുൽപാദന കുടുംബം. ഇനി എന്താണ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, അല്ലെങ്കിൽ ദിശാ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലി ഓഫ് ബർത്ത് ഈസ് കോൾഡ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. അതായത് നാം ജനിച്ച കുടുംബത്തെയാണ് ദിശാ കുടുംബം എന്ന് പറയുക. ഇവിടെ ആൻസർ ഏതാണ്? പ്രത്യുൽപാദന കുടുംബമാണ്. അടുത്ത ചോദ്യം: മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളുടെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിന് പറയുന്ന പേര്. ഇവിടെ ആൻസർ വംശീയ കേന്ദ്രോത്മുകതയാണ്, എത്നോസെൻട്രിസമാണ്. മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുക. നമ്മുടെ സ്വന്തം സംസ്കാരമാണ് നല്ലത് എന്നുള്ള ചിന്തയാണിത്. ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? യുവർ കൾച്ചർ ഈസ് നോട്ട് ഗുഡ്, മൈ കൾച്ചർ ഈസ് എ ഗുഡ്. നിങ്ങളുടെ കൾച്ചർ ശരിയല്ല, എൻ്റെ കൾച്ചറാണ് നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്ത്? വംശീയ കേന്ദ്രോത്മുകത. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോസ്മോപൊളിറ്റനിസം, അല്ലെങ്കിൽ സർവ്വജനീനത എന്നറിയപ്പെടുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? വംശീയ കേന്ദ്രോത്മുകതയാണ്. ഈ എക്സാമിന് എന്തായാലും ചോദിക്കും എന്നൊരു ചോദ്യമായിരുന്നു ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും. ഇത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനത്തിന് പറയുന്ന പേരാണ് എന്ത്? പറയൂ. വസ്തുനിഷ്ഠത, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനത്തെയാണ് വസ്തുനിഷ്ഠത എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: സംഘർഷം എന്ന പദം അർത്ഥമാക്കുന്നത്. ദ ടേം കോൺഫ്ലിക്റ്റ് മീൻസ് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ ആൻസർ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. സംഘർഷം എന്ന പദം അർത്ഥമാക്കുന്നത് താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇതിന് ആൻസർ എന്താണ്? താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. അടുത്തത് മാക്സ് വെബർ. മാക്സ് വെബർ ഡിഫൈൻസ് അതോറിറ്റി ആസ് ലെജിറ്റിമേറ്റ് പവർ. മാക്സ് വെബർ അധികാരത്തെ നിയമാനുസൃത ശക്തി എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? അതോറിറ്റിയാണ്, അധികാരമാണ് ആൻസർ. Max Weber defines authority as legitimate power.
മാക്സ് വെബർ അധികാരത്തെ നിയമാനുസൃത ശക്തിയായിട്ടാണ് നിർവചിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആൻസർ ഏതാണ്? അതോറിറ്റിയാണ്, അധികാരമാണ്. ഷുവർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നാം പറഞ്ഞൊരു ചോദ്യമാണ് ജെൻട്രിഫിക്കേഷൻ അല്ലെങ്കിൽ കുലീനവൽക്കരണം. എന്താണ് കുലീനവൽക്കരണം എന്ന് പറഞ്ഞാൽ? ജെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഒരു മധ്യവർഗമായോ അല്ലെങ്കിൽ ഉപരിവർഗമായോ പരിവർത്തനം ചെയ്യുന്നതിനെയാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്. താഴ്ന്ന വർഗത്തിൽപ്പെട്ടൊരു സമുദായം ഒരു മധ്യവർഗമായോ ഉപരിവർഗമായോ പരിവർത്തനം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ജെൻട്രിഫിക്കേഷൻ അല്ലെങ്കിൽ കുലീനവൽക്കരണം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫൗണ്ടർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജി. ഫൗണ്ടർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജി, സാമൂഹിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജിയുടെ സ്ഥാപകനാരാണ്? മുറേ ബുക്ചിനാണ് അതിൻ്റെ സ്ഥാപകൻ. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? മുറേ ബുക്ചിൻ. ഓക്കെ, 10 ചോദ്യത്തിന് ആൻസർ നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ ബാക്കി ആൻസർ കീയും കൂടി തയ്യാറാക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.